ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി വെറുതെ ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരുന്നപ്പോൾ വെറുതെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവമുണ്ട്. എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് ചെയ്തേക്കാം, ഒരു വീഡിയോ ചെയ്തേക്കാം. ഇപ്പം ഇവിടെ ഈവനിങ് ടൈം ആയതേ ഉള്ളൂ. ജസ്റ്റ് 7:25 ടൈം. ആ 7:25 ടൈമിൽ വെട്ടം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതുവരെ ഇരുട്ടായിട്ടില്ല, നല്ല വെട്ടമുണ്ട്. കണ്ടോ? അങ്ങനെ ഈ ടൈമിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്യണം. ഞാൻ സ്ക്രീനിലോട്ട് നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് അങ്ങോട്ട് പോയി, കാര്യമാക്കട്ടെ കേട്ടോ. പിന്നെ ഈ സമയത്ത് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയത്, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് യൂട്യൂബിൽ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇന്ന് ഞാൻ വെറുതെ യൂട്യൂബിൽ കയറി നോക്കിയപ്പോഴത്തേനും അതിനാട് ഞാൻ വണ്ടടിച്ച് പോയില്ലേ. എവിടുന്ന് മോണിറ്റൈസേഷനൊന്നും ഇല്ലാതെ ഇവിടെ നാട് വരുന്നു. ഞാനിങ്ങനെ തപ്പി, യൂട്യൂബിൽ തന്നെ തപ്പി, എന്തുകൊണ്ട് മോണിറ്റൈസേഷൻ ഇല്ലാതെ ആഡ് വരുന്നെന്ന് നോക്കിയപ്പോൾ എന്താണ്ട് ഒരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നൊരു 3 years മുന്നേ ഉള്ള വീഡിയോയാണെന്ന് തോന്നുന്നു. ആ 3 years മുന്നേ ഉള്ള വീഡിയോയിൽ ഒരു വീഡിയോ കണ്ടതിൽ പറയുന്നുണ്ട്, അത് യൂട്യൂബ് പോളിസി കൊണ്ടുവന്ന് പോലും, അതായത് നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് യൂട്യൂബ് തന്നെ ആഡ് കൊടുക്കും. ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് ക്രിയേറ്റർക്കല്ല, യൂട്യൂബിനാണെന്ന്. എനിക്ക് ഈ നിമിഷം വരെ എനിക്കറിയത്തില്ലായിരുന്നു, അങ്ങനെ ഒരു സംഭവം എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ വീഡിയോയ്ക്കകത്ത് ആഡ് കണ്ടപ്പം തമ്പുരാനെ എന്താന്ന് ഞാൻ തന്നെ ചിന്തിച്ചു പോയി. പക്ഷേ ഇതാണ് സംഭവം. അപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഒരു സബ്സ്ക്രൈബേഴ്സ് ഇത്ര വേണം, നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ, ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാതെ നമുക്ക് യൂട്യൂബേഴ്സ് മോണിറ്റൈസേഷൻ തരില്ല. പിന്നെ എങ്ങനെ എനിക്ക് ആഡ് വന്നെന്നായിരുന്നു എൻ്റെ ചിന്ത. അപ്പം ഞാൻ വീഡിയോ കണ്ടപ്പം എനിക്ക് മനസ്സിലായി, യൂട്യൂബിനൊരു പോളിസിയുണ്ട്. ആ പോളിസി പ്രകാരം അവർ നമ്മുടെ വീഡിയോയ്ക്ക് ആഡ് കൊടുക്കും. ആ ആഡിൻ്റെ ബെനിഫിറ്റ് അവർക്കാണ്, നമുക്കല്ല, ക്രിയേറ്റർക്കൊന്നും കിട്ടത്തില്ല. അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇടാൻ തന്നെ റീസൺ അതാണ്. അങ്ങനെ ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ്. അങ്ങനെ ഇപ്പം എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഒത്തിരി പേർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു, പക്ഷേ എനിക്ക് ഈ യൂട്യൂബിനെ പറ്റി വലിയ പരിജ്ഞാനമൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് ഞാൻ. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എങ്കിലും ഞാൻ അറിഞ്ഞപ്പം ഞാൻ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അറിയാൻ മേലാത്ത ഒരാളെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു പ്രയോജനമാകത്തില്ലേ എന്ന് കരുതി ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് പേരെങ്കിലും കാണുമ്പോൾ അവർക്ക് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആരെങ്കിലും ആഡ് വന്നിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കും, അവർ ഈ പറയുന്ന പോലെ സെർച്ച് ചെയ്ത് നോക്കും. എന്നാലും എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്കൊരു പ്രയോജനം ആയിക്കോട്ടെ എന്ന് കരുതി. നമ്മുടെ ഇപ്പം ഞാനൊക്കെ തന്നെ തുടക്കക്കാരാണ്. ആ തുടക്കക്കാരുടെ വീഡിയോകളിൽ ഇതുപോലെ ആടൊക്കെ വന്നു കഴിഞ്ഞാൽ ആരും കാണത്തില്ല. കാരണം അത്രയ്ക്ക് വ്യൂവേഴ്സുള്ള ഒരു വീഡിയോയിൽ ആടൊക്കെ വന്ന് കഴിഞ്ഞ ആൾക്കാർ ക്ഷമയോടെ ഇരുന്ന് കാണും. നമ്മുടെയൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എൻ്റെ കാര്യം കേട്ടോ, ഇതുപോലെ ഉള്ള വീഡിയോകളിൽ ആഡൊക്കെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് കാണാമെന്ന് വിചാരിച്ചെടുത്താൽ പോലും അവർ കാണില്ല. അതും അതിൻ്റെ ഒരു ഇതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, യൂട്യൂബിന് പോളിസി നമുക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ. യൂട്യൂബിൻ്റെ ആ ഒരു പോളിസിയിൽ നമ്മൾ ആ ഒരു പക്ഷേ ഞാൻ പറഞ്ഞാണ് അതിൻ്റേതായ ഒരു ഇതുണ്ടാകും. കാരണം നമ്മുടെ കുഞ്ഞു വീഡിയോകളിലൊക്കെ ആടൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെപ്പാടെ അത്രയ്ക്ക് വലിയ വ്യൂസൊന്നും ഉള്ളവരല്ലല്ലോ നമ്മൾ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോസ് കാണാനായിട്ട് ക്ഷമയുള്ളവരും കാണുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അതിനകത്തൂടെ അത്രയ്ക്ക് ഭയങ്കര വൈറലായ വീഡിയോ, അല്ലെങ്കിൽ ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ഒക്കെ നിറച്ച്, അല്ലെങ്കിൽ ആരെങ്കിലും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ക്ഷമയോടെ ഇരുന്ന് കാണും. ഈ വീഡിയോയ്ക്കൊക്കെ ആഡ് വന്നു കഴിഞ്ഞാൽ ആര് കാണാനാ എനിക്കറിയാൻ മേല. പക്ഷെ എന്താണേലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുമായിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് പോവുക. എനിവേ, അതാണപ്പം ആഡിൻ്റെ കഥ. അതേപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഞാൻ കണ്ടുവന്നൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വലിയ, അതായത് നല്ല കുറേ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബറിൻ്റെ അവരൊരു വീഡിയോ ചെയ്യുമ്പം നമ്മളിപ്പം എങ്ങനെ ന്യൂ യൂട്യൂബർ എങ്ങനെ തുടങ്ങാം, അല്ലെങ്കിൽ തുടക്കക്കാരെങ്ങനെയാവണം എന്നൊക്കെയുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ആ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യും, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, തിരിച്ച് സപ്പോർട്ട് ചെയ്യുമോ, നമുക്കൊരു മ്യൂച്വൽ അല്ല, അങ്ങോട്ട് സപ്പോർട്ട് ചെയ്താൽ ഇങ്ങോട്ട്. ഞാനും അങ്ങനെ കമൻറ്റ് ഇടുമായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ ഒത്തിരി ഇങ്ങനെ വീഡിയോസ്, യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം അങ്ങനെയുള്ളൊക്കെ വീഡിയോസിൻ്റെ ഒക്കെ അടിയിൽ ഒരുപാട് കമൻറ്റ്സ് കാണാം. ഞാനും അങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇട്ടപ്പോൾ എനിക്കാരും സബ്സ്ക്രൈബ് ചെയ്തതായിട്ട് തോന്നിയില്ല. പക്ഷേ ഒരാൾ, ഞാൻ ആ പേര് ഓർക്കുന്നില്ല, ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തു, കമൻറ്റ് ചെയ്തു, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ, തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനും തിരിച്ച് ചെയ്തു. നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മളും തിരിച്ച് ഹെൽപ്പ് ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞേ, ഇപ്പം അങ്ങനെ കമൻറ്റ്സ് ഇടുന്നവരും എനിക്ക് തോന്നുന്നില്ല ഹെൽപ്പ് ചെയ്യുന്നു. എല്ലാവരും കമൻറ്റ്സ് ഇടും, പക്ഷെ അതിലാരും ഒന്നും ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും അങ്ങനെയൊക്കെ പറയുമെങ്കിലും. അങ്ങനെ ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞു വീഡിയോ, എനിക്ക് അധികം നേരം ഒന്നും പറയാനില്ല. ഈ ഞാനിപ്പോൾ ഇച്ചിരി സ്പീഡിലാണ് തോന്നല്ലേ സംസാരിക്കുന്നത്. സ്പീഡിൽ സംസാരിക്കുമ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത് കുറയുമല്ലോ ചെയ്യുന്നത്. ഇനി ഞാൻ സ്ലോ ആക്കി സംസാരിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് കണ്ടൻ്റ് ഒന്നും കിട്ടാറില്ല പറയാനായിട്ട്. കണ്ടൻ്റ് ഉണ്ടാക്കാനും അറിഞ്ഞുകൂടാ, അതാണ് പ്രശ്നം. പിന്നെ ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ്റെ കണ്ടൻറ്റും ഈ പറഞ്ഞ പോലെ കമൻറ്റിൻ്റെ ആ ഒരു ഇതും കിട്ടിയത് കൊണ്ട് ഞാൻ പറഞ്ഞൊരു വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി, എല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ഷെയർ ചെയ്തു. പിന്നെ വേറെ പ്രത്യേകിച്ച് കണ്ടൻസ് ഒന്നുമില്ല. ഇനി എന്തെങ്കിലും കണ്ടന്റ് കിട്ടുമ്പോൾ അതുമായിട്ട് വരുന്നതായിരിക്കും. വീഡിയോസ് എല്ലാവരും കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാനും തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തിരിക്കും, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അടുത്തൊരു കാര്യമായിട്ട് കാണുന്നതിനും വരെ ബൈ, ടേക്ക് കെയർ, സീ യു, സൈനിങ് ഓഫ് പ്രിയ.